സീതാദർശനം. ലങ്കാലക്ഷ്മി പറഞ്ഞുകൊടുത്ത അറിവിൽ ഹനുമാൻ സീതയെ അന്വേഷിച്ചു നടക്കുമ്പോൾ കടുകുമണിയോളം ചെറുതായ ഹനുമാന് വായു ഭഗവാൻ വഴികാട്ടിയാകുന്നു. നല്ല ഇലകളും ഉയരവുമുള്ള, അതിലുപരി നിറയെ ചില്ലകളുമുള്ള ഒരു മരത്തിനു മുകളിൽ കയറിയിരുന്നു ഹനുമാൻ. കടുകുമണിയേക്കാൾ ചെറുതായി ഒളിച്ചിരുന്നു. മലിനമായ വസ്ത്രവും വിഷമിച്ച് കരഞ്ഞ് മെലിഞ്ഞ് ഭയവിവശയായി തലകുമ്പിട്ടിരിക്കുന്ന ദേവി സീതയെ ഹനുമാൻ കാണുന്നു. രാവണന്റെ പുറപ്പാട്. ദാസിമാരോടൊത്ത് ആഭരണങ്ങൾ കിലുക്കിയാണ് രാവണൻ സീതാദേവിയുടെ സമീപത്തേക്കെത്തിയത്. ഹനുമാൻ രാവണനെ കാണുന്നു. രാവണൻ സീതയോട് രാമനെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു. രാമൻ ഇനി വരില്ല എന്നും അയാൾ സ്ത്രീചിത്തനാണെന്നും അങ്ങനെയുള്ള ഒരാളെ നീ കാത്തിരിക്കരുതെന്നും തൻ്റെ ഭാര്യയാകാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കുമെന്നും അറിയിക്കുന്നു. എന്നാൽ ഇരുന്ന ഇരിപ്പിൽ നിന്നും തലപോലും ഉയർത്താതെ മുന്നിൽ നിന്നൊരു പുൽക്കൊടി പറിച്ച് രാവണൻ്റെ മുന്നിലേക്കിട്ട് അതിനോടെന്ന പോലെ സീതാദേവി ക്രോധയാകുന്നു. തന്നെ മോഷ്ടിച്ചുകൊണ്ട് വന്നതല്ലേ എന്നും രാമനെ ഭയന്നല്ലേ അങ്ങനെ ചെയ്തതെന്നും സീതാദേവി ചോദിക്കുന്നുണ്ട്. രാമൻ്റെ അമ്പുകൊണ്ട് നീയും ലങ്കയും നിന്റെ കുലവും ഇല്ലാതെയാകും എന്നു പറയുന്ന കേട്ട് രാവണൻ ക്രോധാകുലനാകുന്നു. വർദ്ധിച്ച ദേഷ്യത്തോടെ വാളുമെടുത്ത് സീതയ്ക്കു നേരെ ആഞ്ഞെടുക്കുന്ന രാവണനെ ഭാര്യ മണ്ഡോദരി തടയുന്നു. താങ്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന നിരവധി സ്ത്രീകളില്ലേ, അവളെ വെറുതെ വിടൂ എന്ന് മണ്ഡോദരിയുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് തോഴിമാരോട് പറയുന്നുണ്ട് രാവണൻ. അവളെ നിങ്ങൾ പറഞ്ഞു വശത്താക്കണം. അവളുടെ മനസ്സ് രാമനിൽ നിന്നൊഴിച്ച് താങ്കളിൽ ആക്കിയിടണം. 2 മാസത്തെ സമയം തരാം. അതിനുള്ളിൽ ഈ പറഞ്ഞതൊക്കെ നടക്കണമെന്ന് രാവണൻ തോഴിമാരോട് പറഞ്ഞേൽപ്പിച്ചു പോകുന്നു. എന്നാൽ ഇത് കേട്ടുനിന്ന ത്രിജട, അതായത് വിഭീഷണൻ്റെ പുത്രി, തോഴിമാരോട് ഭർത്താവിങ്കൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഇവളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലങ്കയ്ക്ക് ആപത്ത് വരുന്ന ഒരു സ്വപ്നം താൻ കണ്ടുവെന്നും അതുകൊണ്ട് ഇവൾക്ക് ആപത്തു വരാതെ കാത്തു സൂക്ഷിക്കണമെന്നും ത്രിജട തോഴിമാരോട് പറയുന്നു. അത് കേട്ട ആ രാക്ഷസികൾ ഭയന്നു. ഇത്രയുമൊക്കെ ആയിട്ടും രാവണൻ സീതയെ ഉപദ്രവിച്ചില്ലല്ലോ എന്നൊരു പക്ഷം പറയുന്നുണ്ട്. എന്നാൽ ഉത്തരരാമായണത്തിൽ രാവണന് കിട്ടിയൊരു ശാപത്തെപ്പറ്റി പറയുന്നുണ്ട്. തൻ്റെ സമ്മതമില്ലാതെ ഒരിക്കൽ ദേവസ്ത്രീയെ പ്രാപിച്ചതിന് രാവണന് കിട്ടിയൊരു ശാപമുണ്ട്. അനുവാദമില്ലാതെ ഏത് സ്ത്രീയെ പ്രാപിക്കുന്നുവോ അന്ന് രാവണൻ്റെ തല പൊട്ടിത്തെറിച്ചു മരിക്കുമെന്ന്. കുറേയേറെ കാത്തിരുന്ന ശേഷം തോഴിമാർ ഉറങ്ങി. സീത അപ്പോഴും ഉറങ്ങാതെ കാത്തിരുന്നു.